നമസ്തേ, ഭദ്രവിളക്കമ്മ ശരണം. നാം ഇന്ന് നമ്മുടെ എല്ലാവരുടെയും വീട്ടിലെ സ്വക്ഷേത്രം, സ്വന്തം ക്ഷേത്രം എന്ന് പറയുന്നത് സ്വന്തം വീടാണ്. ആ ഗ്രാമത്തിലുള്ള ആയിരക്കണക്കിന് ക്ഷേത്രങ്ങൾ ഒന്നിച്ച് സമ്മേളിക്കുന്നതിനെയാണ് ആ ദേശത്തുള്ള മഹാക്ഷേത്രം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മഹാക്ഷേത്രങ്ങളിൽ പോയിട്ട് അർച്ചിച്ചതായിട്ടുള്ള എന്തൊക്കെ സാധനങ്ങളാണ് നമുക്ക് പൂജാമുറി, നമ്മുടെ സ്വക്ഷേത്രത്തിലെ പൂജാമുറിയിൽ വെക്കാൻ പറ്റത്തില്ലാത്തത് എന്തൊക്കെ സാധനങ്ങളാണ് എന്ന് നാം മനസ്സിലാക്കുക. നമ്മൾ മഹാക്ഷേത്രങ്ങളിൽ നിന്ന് പൂജിച്ചു കൊണ്ടിരുന്ന നേദിച്ചു കൊണ്ടിരുന്ന ചന്ദനം, പ്രസാദം, പായസം തുടങ്ങിയവയൊന്നും നമ്മുടെ സ്വന്തമായ ആരൂഢത്തിൽ നിലവിളക്ക് കത്തിക്കുന്നിടത്ത് കൊണ്ടുവയ്ക്കാൻ പാടില്ല. അത്തരത്തിലുള്ള വസ്തുക്കൾ വിളക്ക് വയ്ക്കുന്നതിൽ നിന്നും മാറ്റിവെച്ച് ഏതെങ്കിലും സ്ഥലം കണ്ടെത്തി അവിടെയാണ് വെക്കേണ്ടത്. അഥവാ മഹാക്ഷേത്രത്തിൽ നിന്ന് നേദിച്ചു കൊണ്ടിരുന്ന പ്രസാദങ്ങൾ നമ്മുടെ ഉപയോഗത്തിന് മറ്റ് സ്ഥലങ്ങളിൽ വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് അത് നെഗറ്റീവ് പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഗുണകരമായ ഊർജ്ജം ഉണ്ടാകുന്ന നിത്യവിളക്ക് കത്തുന്നിടത്ത് നമ്മൾ മഹാക്ഷേത്രങ്ങളിൽ നിന്ന് നേദിച്ചു കൊണ്ടിരുന്ന പ്രസാദം വെച്ച് കഴിഞ്ഞാൽ അവിടെ ഗുണത്തിന് പകരം ദോഷമേ സിദ്ധിക്കുകയുള്ളൂ എന്നുള്ള കാര്യം നാം മനസ്സിലാക്കുകയും, എന്നാൽ നമ്മുടെ സ്വക്ഷേത്രം, നമ്മുടെ സ്വന്തം ക്ഷേത്രം, നമ്മുടെ ആരൂഢം തന്നെയാണ്. അവിടെ എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകുവാൻ വേണ്ടി അർച്ചിച്ച ഒരു വസ്തുക്കളും അവിടെ വയ്ക്കാതെ ഇരിക്കുന്നതാണ് ഉത്തമം. ഓം ഭദ്രവിളക്കമ്മേ ശരണം.